മൂന്ന് നേതാക്കളുടെ ചരമോപചാരത്തിന് ചേർന്ന നിയമസഭയുടെ ഒന്നാം ദിനത്തിൽ 9:18 18 മിനിറ്റ് വൈകി രാഹുൽ നിയമസഭയിലെത്തിയത് എല്ലാവരെയും ഞെട്ടിച്ചു. രാഹുൽ നിയമസഭയിൽ വരുന്നതിനോട് കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും ചില നേതാക്കൾ ഇന്ന് ചരമോപചാരമായതിനാൽ പ്രതിപക്ഷം രാഹുലിനെ കടന്നാക്രമിക്കില്ല എന്നും അറ്റൻഡൻസ് രേഖപ്പെടുത്താനും രാഷ്ട്രീയ ജീവിതത്തിൽ സജീവമാകാനും പറ്റിയ സമയമാണെന്നുമുള്ള ഉപദേശം രാഹുലിന് നൽകിയതായാണ് സൂചന. എന്നാൽ രാഹുലിനോട് മുഖം തിരിച്ചിരിക്കുകയാണ് കോൺഗ്രസിലെ ചില നേതാക്കൾ. പ്രതിപക്ഷ നേതാവിനെ കാണാനും തന്റെ ഭാഗം പറയാനും കഴിയും എന്ന ഉദ്ദേശം കൂടി രാഹുലിന്റെ വരവിന് പിന്നിൽ ഉണ്ടെന്നാണ് സൂചന. എന്നാൽ രാഹുലിനെ കേൾക്കാൻ ഇവരാരും തയ്യാറാകില്ല എന്ന സൂചനയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് രാഹുലിനെ ന്യായീകരിക്കുന്നവർ രാഹുൽ വിഷയത്തിൽ പുനർചിന്ത വേണമെന്ന അഭിപ്രായത്തിലാണ്. വി.ഡി. സതീശനെ പ്രതിരോധത്തിലാക്കുന്ന നീക്കം തന്നെയാണ് രാഹുൽ നടത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന കെ.പി.സി.സി യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടം വിഷയം തന്നെയായിരിക്കും പ്രധാന ചർച്ച. രാഹുൽ മാങ്കൂട്ടം ക്ലോസ്ഡ് ചാപ്റ്റർ ആണ് എന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിന് യോഗത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും വിഷയം ചർച്ച ചെയ്യണമെന്ന് എ ഗ്രൂപ്പ് നേതാക്കൾ ആവശ്യപ്പെടുമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. വിവാദത്തിലെ തന്റെ ഔപചാരിക വിശദീകരണം യോഗത്തിനു മുൻപ് കെ.പി.സി.സി അധ്യക്ഷന് കൈമാറുവാനും രാഹുൽ നീക്കം നടത്തിയേക്കും എന്നും സൂചനകളുണ്ട്. ശനിയാഴ്ചയോടുകൂടി പാലക്കാട് മണ്ഡലത്തിലും സജീവമാകാൻ രാഹുൽ തയ്യാറെടുക്കുന്നു എന്നതാണ് രാഹുലിനോട് അടുത്തുള്ള വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു മാസത്തിനു ശേഷം എം.എൽ.എ പാലക്കാട് എത്തുമ്പോൾ എന്ത് വില കൊടുത്തും അത് തടയും എന്നാണ് ഡിവൈഎഫ്ഐയുടെയും ബി.ജെ.പിയുടെയും നിലപാട്. കോൺഗ്രസ് നേതൃത്വം സംരക്ഷണം ഒരുക്കിയില്ലെങ്കിൽ പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിന് സംരക്ഷണം ഒരുക്കും എന്നാണ് പാലക്കാട് നിന്നുള്ള റിപ്പോർട്ട്. കോൺഗ്രസിന് വേണ്ടാത്ത എം.എൽ.എയെ പാലക്കാട് സ്വീകരിക്കുമെന്നാണ് കരുതുന്നത്. വീണ്ടും സജീവമാകുന്ന രാഹുലിനെ ഭയക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. ഒരു യുവനേതാവിനെ മാധ്യമ വിചാരണയ്ക്കും ഒരു മാസത്തോളം വീടിന്റെ ഇരുട്ടറയിലേക്ക് തള്ളിവിട്ടതും ശരിയായില്ല എന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു വിഭാഗം കരുതുന്നു. രാഹുലിന്റെ ശക്തമായ തിരിച്ചുവരവാണ് വരും നാളിൽ കാണാൻ പോകുന്നത് എന്നതിൽ തർക്കമില്ല. കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.